ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 28 വർഷത്തിലേറെയായി ഡെൻ്റൽ ഫീൽഡിലുള്ള പ്രശസ്ത ഡോക്ടർ ബെല്ലി ജി സ്റ്റീഫൻസ് ആണ്. അദ്ദേഹം കെട്ടിപ്പടുക്കിയ വട്ടപ്പാറയുടെ മാത്രം സ്വകാര്യ സ്വത്തായ സ്റ്റീഫൻസ് ഡെൻ്റൽ സെൻറ്റർ എന്ന സ്ഥാപനം അതിൻ്റെ വിജയഗാഥയായി തുടരുകയാണ്. വിജയത്തിൻ്റെ പാതയിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് അദ്ദേഹത്തെ ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഡോക്ടർ, ഈ ഡെൻ്റൽ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു കാരണം ഉണ്ടാവും. ആ ഒരു കുട്ടിക്കാലത്തെ ഈ ഫീൽഡിലേക്ക് താല്പര്യം പഠിച്ച കാലത്തെ ഉണ്ടോ, അല്ലെ വേറെന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ടാണ് ഈ ഡെൻ്റൽ ഫീൽഡ് തിരഞ്ഞെടുത്തത്? ബേസിക്കായിട്ട് ഒരു മെഡിക്കൽ ഫീൽഡിൽ എത്തണമെന്നൊരു ആഗ്രഹം നമുക്ക് മാത്രമല്ല, നമുക്ക് ആഗ്രഹം തരുന്നതിനോട് പേരൻസ് ആണ്. അപ്പോൾ അവർ അങ്ങനെ നമ്മളെ ബിൽറ്റപ്പ് ചെയ്ത് മെഡിക്കൽ ഫീൽഡിലോട്ട് എങ്കിൽ മെഡിക്കൽ ഫീൽഡിന് പ്രോപ്പർ ഒരു ഹാർഡ് കോർ MBBS സബ്ജക്റ്റോ അതിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം ആ ടൈമായിരുന്നു ഡെൻറ്റിസ്ട്രി ഒരുമാതിരി വളർന്നു വരുന്ന ഒരു ഫീൽഡ്, ഒരു പുതിയ ഫീൽഡ്, ജസ്റ്റ് കോളേജസൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഫീൽഡ്, ഒരു അൺഎക്സ്പ്ലോർഡ്. അപ്പം അതോർത്തപ്പം കുറച്ചുകൂടെ കംഫർട്ടബിൾ ലൈഫാണ്. മറ്റവരെ പോലെ നൈറ്റ് ഡ്യൂട്ടി വരത്തില്ല, ഒരു ഓവർ വർക്ക്. ഇപ്പം തിരിച്ചു നോക്കുമ്പോൾ ഓവർ വർക്ക് ഇതിലുണ്ട്, ഹെവി വർക്ക് വരുന്നുണ്ട്. എങ്കിലും അത് അങ്ങനെ മോൾഡ് ചെയ്ത് MBBS വേണ്ട, സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു ചെറിയൊരു ഫീലിംഗിലായിട്ടാണ് ഈ ഡെൻറ്റിസ്ട്രിയിലോട്ട് ഷിഫ്റ്റ് ആയത്. എങ്കിൽ ഇപ്പോൾ തോന്നുന്നത് നല്ലൊരു തീരുമാനമായിരുന്നു, വൈസ് ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. പേരൻസ് ഹോസ്പിറ്റൽ ഫീൽഡായിട്ട് ഒരു കണക്ഷനില്ല. ഫാദർ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, ISROയിൽ നല്ല സീനിയർ എഞ്ചിനീയർ ആയിരുന്നു. ഫാദറിൻ്റെ ഫാമിലിയിൽ ഫാദറായിരുന്നു ഏറ്റവും മൂത്ത സൺ. അപ്പം ഞാനാണ് അടുത്ത ജനറേഷനിൽ ഏറ്റവും മൂത്ത ആൾ. അപ്പം ഒരു ഫീൽഡ് ഒന്ന് മാറണം, കുടുംബത്തിലൊരു സീനിയർ ഡോക്ടർ വേണം. അപ്പം അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു അവർ. ഫാമിലിയിലോട്ട് പതുക്കെ ഒന്ന് ഗവൺമെൻറ് സർവീസിൽ നിന്ന് മാറി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലോട്ട് മാറണമെന്നവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആഗ്രഹത്തോടെ നമുക്കും പതുക്കെ ഇൻട്രസ്റ്റ് തോന്നി, ഇതിലൂടെ ചേർന്ന്. അവിടെ ഈ സ്വന്തമായൊരു ഹോസ്പിറ്റൽ എന്നൊരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം? സ്വന്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, എല്ലാവരും നമ്മളിപ്പം ഹൈൻസൈറ്റ് പറയും ഭയങ്കര മോട്ടിവേഷൻ അതൊക്കെയാണ്. എങ്കിലൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജോബിന് വേണ്ടിയുള്ള പ്രയോറിറ്റിയാണ്. ഡിഗ്രി കഴിഞ്ഞ് ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് ജോബ് അന്നും കുറച്ച് പാടാണ്, ഇന്നും ജോബ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം ഫാദർ ഒരു ഓഫർ തന്നു, നീ വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ പുള്ളി നല്ലതായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം ഏത് ലെവൽ പോകുന്നത്. അങ്ങനെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. ബാക്കിൽ വേറെ ട്രിവാൻഡ്രത്തെ പറ്റി ഞാൻ 7th സ്റ്റാൻഡേർഡ് വരെ ട്രിവാൻഡ്രത്ത് പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഫാദറിൻ്റെ ട്രാൻസ്ഫറോടൊപ്പം ഡൽഹിയിലും അഹമ്മദാബാദിലും ബാംഗ്ലൂരിലെല്ലാം പോയി. വീട് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ട്രിവാൻഡ്രത്ത് കൊണ്ട് സെറ്റിൽ ചെയ്യിപ്പിക്കണമെന്ന്. അപ്പം അങ്ങനെ വന്ന് മണ്ണന്തല ഏരിയ നോക്കി, മറ്റേ ഏരിയ നോക്കി, അങ്ങനെ ട്രാവൽ ചെയ്ത് ഫൈനലി വട്ടപ്പാറ ഒരു കുറച്ചുകൂടെ ബെറ്റർ ഫീൽ. റൂറൽ ഏരിയ ആണ്. നമ്മളും ഒരു സേഫ് ഇത് നോക്കണം. അവിടെ കോൺഫിഡൻസ് ലെവലും അത്ര കുറവായിരിക്കും. നമുക്ക് ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അകത്തായിട്ടുള്ള പുഷിയാണ്. എൻ്റെ പേരൻസെല്ലാം പുഷിയാണ്. നിപ്പോസ് ഞങ്ങൾ കൂടെ ഉണ്ട്. ആ പുഷിലാണ് നമ്മൾ വരുന്നത്. അല്ലാതെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ഇതിലായിരിക്കില്ല നമ്മൾ വരുന്നത്. 1998 ആരംഭിക്കുന്നത്. അന്ന് വട്ടപ്പാറ ഇത്രയും ഫേമസ് എങ്കിൽ അന്നും ഓൾറെഡി വട്ടപ്പാറയിലൊരു ക്ലിനിക് ഉള്ളവർ ഉണ്ട്. അപ്പോഴും ഇതുപോലെ പറയുമായിരുന്നു, ഒരുപാട് ക്ലിനിക് ഉള്ളതല്ലേ, എങ്ങനെ സർവൈവ് ചെയ്യും. എങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. കംഫർട്ടബിളായിട്ട് തോന്നി. ആസ് യൂഷ്വൽ ടഫാണ്, എല്ലാ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും എന്തോ ബൈ ഗോഡ്സ് ഗ്രേസ് 28 വർഷം ചാലഞ്ചസ് ഹ്യൂജ് ആണ്. ഭയങ്കര ചാലഞ്ചസ് ഉണ്ട്. ചില ടൈമിലൊക്കെ ക്രൈസിസ് വരുമ്പോൾ ഒറ്റയ്ക്കാണിത്. ഇത് ആരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ കാണാൻ കൂടെ നിൽക്കണമെന്നില്ല. അപ്പോൾ ആ ടൈമൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വലിയ പ്രോബ്ലം ഇല്ലാതെ
ഇത്രത്തോളം നടന്നു പോയി. ഈ ആരംഭകാലത്ത് കുറച്ച് വെല്ലുവിളികളൊക്കെ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ക്ലിനിക്കും കൊണ്ട് വട്ടപ്പാറ വരുന്ന വെല്ലുവിളികൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ലാബ് സപ്പോർട്ട്, ക്ലിനിക്കിൻ്റെ ലാബ് സപ്പോർട്ട് അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കില്ല. വട്ടപ്പാറയിലൊക്കെ വന്ന് നമ്മുടെ ലാബ് വർക്ക് നമ്മൾ വേണമെങ്കിൽ ഇംപ്രഷൻസ് എല്ലാം എടുത്തിട്ട് ഈ കാസ്റ്റ് ഇതൊക്കെ കൊണ്ട് ലാബിൽ പോയി കൊടുക്കണം. അവർക്ക് ഇങ്ങനെ ഇത്ര നെറ്റ്വർക്ക് കാണത്തില്ല. രണ്ടാമത് ഇത് മെറ്റീരിയൽസ് സപ്ലൈ ഇത്ര ദൂരത്തിൽ അവർക്ക് ക്ലിനിക്സ് കുറവാണ്, ഇത്ര ദൂരം വന്ന് സപ്ലൈ ചെയ്യാൻ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അത് നമ്മുടെ അന്നത്തെ റിക്വയർമെൻ്റൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് വേണ്ടി അവർ ഇത്ര ദൂരത്തിൽ നിന്ന് വരാൻ അവർക്കൊരു വിഷമമായിരിക്കും. അപ്പോൾ അത് ലാബ് സപ്പോർട്ട്. പിന്നെ അടുത്തത് കോംപ്ലിക്കേഷൻസ് വന്നാൽ, പേഷ്യൻസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ റെഫർ ചെയ്യാൻ വേണ്ടി ഒരു സീനിയർ ഡോക്ടർ, ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിന് പോകണമെങ്കിൽ അവർ സിറ്റിയിലോട്ടായിരിക്കും റെഫറൻസ് കൊടുക്കണം. അങ്ങനെ റെഫറൻസ് കൊടുക്കുന്ന അത്. പിന്നെ ആളുകളുടെ മെൻറ്റാലിറ്റി, അന്ന് ഒരു മാർക്കറ്റ് ഒന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഏതെങ്കിലും പല്ലെടുക്കുന്ന സ്ഥലമായിട്ടാണ് ഓടി വരുന്നത്. ഇത് പല്ലെടുക്കുന്ന സ്ഥലമല്ലേ, ഹോസ്പിറ്റൽ എന്നൊരു കൺസെപ്റ്റ് അല്ല, പല്ലെടുക്കണം, വരണം, പല്ലെടുക്കണം, വിടണം. അതിൻ്റെ അപ്പുറം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ്. ഇപ്പം തേർഡ് മോളർ, ഫസ്റ്റ് അണപ്പല്ല്, ഫസ്റ്റ് മോളാർ പല്ല് എടുക്കുന്ന പോലെ ആയിരിക്കില്ല അകത്തോട്ടുള്ള ഇമ്പാക്റ്റഡ് പല്ലോ തേർഡ് മോളാർ എടുക്കുന്നത്. അവർക്കെല്ലാം പല്ലെടുപ്പ് സെയിം ഇതാണ്, സെയിം കാറ്റഗറി. അപ്പം അത് കോംപ്ലിക്കേഷൻ ആയിട്ട് അതിന് എക്സ്ട്രാ വല്ലതും ചോദിച്ചു കഴിഞ്ഞാലോ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത്. പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആണ്, എക്സ്ട്രാക്ഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്. പല്ലെടുത്ത് കഴിഞ്ഞാൽ വേദന മാറണം. അടുത്ത മൂന്നാമത്തെ ദിവസം വേദന മാറിയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ്. എന്ത് എടുത്തിട്ട് മാറിയില്ല, വേദന മാറാൻ വേണ്ടിയാണ് ഞാൻ പല്ലെടുത്തത്, പല്ലെടുത്തിട്ട് വേദന മാറിയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് വരാൻ പാടില്ല. അതൊക്കെ ഓരോ ടൈമിൽ ഇന്നും ചലഞ്ചസ് ഉണ്ട്. ഇപ്പൊ ഇത്ര സീനിയറായി എന്ന് പറഞ്ഞിട്ട് ഇത്ര എസ്റ്റാബ്ലിഷ് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ ചലഞ്ചസ് വേറെയാണ്. അന്ന് സ്റ്റാർട്ടിങ് ടൈമിൽ മാർക്കറ്റില്ലായിരുന്നു, ആളുകളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള പാട്, ട്രീറ്റ്മെൻറ്റിലോട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിഫിക്കൽട്ടീസൊക്കെ അന്ന് വേറെ ചലഞ്ച്. അതുപോലെ പിന്നെ സൈഡ് സപ്പോർട്ടിങ് സ്റ്റാഫിൻ്റെ ചലഞ്ചസൊക്കെ അന്ന് ഹ്യൂജ് ആയിരുന്നു. എങ്കിലും അതെല്ലാം സ്റ്റെപ്പായിട്ട് നമ്മൾ ഫേസ് ചെയ്ത് മുമ്പോട്ട് കയറി വരാൻ പറ്റി. സർ, അവിടെ ഇപ്പോൾ ഈ സ്റ്റീഫൻസ് ഡെന്റൽ ക്ലിനിക് എന്ന് പറയുന്ന ക്ലിനിക്കിൽ കിട്ടുന്ന ഏറ്റവും ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് സാർ? ഏറ്റവും ലോ സ്റ്റേജ്, ഏറ്റവും എൻട്രി ലെവൽ ട്രീറ്റ്മെൻറ്റ് എക്സ്ട്രാക്ഷൻസ്. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഫില്ലിങ്സ്. ഒരു കാലത്ത് അമാൽഗം ഫില്ലിങ്സ് ആയിരുന്നു ഏറ്റവും, അമാൽഗം ഫില്ലിംഗ് ആയിരുന്നു സിൽവർ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ മെർക്കറി ടോക്സിസിറ്റിയൊക്കെ അതിൽ സ്റ്റഡീസ് വന്നപ്പോൾ അമാൽഗം ഫില്ലിങ്സ് മാറി. ഏകദേശം ഒരു 15 to 20 years ആയിട്ട് ഇപ്പോൾ അമാൽഗം ഫില്ലിങ്സ് നമ്മൾ ചെയ്യാറില്ല. അതിന് പകരം ഗ്ലാസ് ആൻഡ് അമർ ഫില്ലിങ്സ്, കോമ്പോസിറ്റ് ഫില്ലിങ്സ്, ലൈറ്റ് ക്യൂർ ഫില്ലിങ്സ്, അതൊക്കെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റ് ആവുന്നതും പല്ലിൻ്റെ എക്സാക്ട് ഓൾമോസ്റ്റ് സെയിം കളറിലുള്ളതും ലോഞ്ചിവിറ്റി ഉള്ളതും വേറെ സൈഡ് എഫക്ട്സ് ഒക്കെ തീരെ കുറവാണ് കോമ്പോസിറ്റ് ഫില്ലിങ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ള ബിൽട്ടപ്പ്, ഇപ്പോൾ ഒരു പല്ലിൽ പോടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോമ്പോസിറ്റ് ഫില്ലിങ്സോ GAC ഫില്ലിങ്സോ ഇതൊക്കെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. പല്ല് ഒരുപാട് നഷ്ടമായിട്ടുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ ബിൽട്ടപ്പ് ചെയ്ത് ഒരു കാലത്ത് ക്രൗൺസ് ആയിരുന്നു, ക്രൗൺസ് മാറിയിട്ട് ഇപ്പം ഏത് സൈസിലുള്ള ഫില്ലിങ്ങോ അതിൻ്റെ ഇംപ്രഷൻ എടുത്തിട്ട് അതിൻ്റെ സൈസിലുള്ള ചെറിയ ഇൻലേസ്, ഓൺലേസ് ഒക്കെ ചെയ്യുന്ന ലേറ്റസ്റ്റ് ഇതുണ്ട്. അപ്പം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ക്യാവിറ്റി പ്രിപ്പറേഷൻ്റെ ആവശ്യമോ അതൊന്നും വരുന്നില്ല. പിന്നെ ഇംപ്രഷൻസ്, ഒരു കാലത്താണെങ്കിൽ നമ്മൾ ആൽജിനേറ്റ് അളവെടുക്കാൻ വേണ്ടി ആൽജിനേറ്റ് മിക്സ് ചെയ്ത് ഫ്രഷ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതിൻ്റെ കാലം പതുക്കെ മാറി വരണം. ഇപ്പം ഡിജിറ്റൽ ഇംപ്രഷൻസ്, ഒരു പെൻ ഷേപ്ഡ് സ്കാനിങ്
ഇതുണ്ട്. ചുമ്മാ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുമ്പോൾ സ്ക്രീനിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് മെയിലിൽ നമ്മൾ ലാബിൽ അയക്കുന്നുണ്ട്. ലാബിൽ നിന്ന് അവർ പ്രോസസ്സ് ചെയ്ത് 3D പ്രിൻറ്റിങ്ങിൽ സാധനം അവിടെ എത്തുന്നുണ്ട്. അത് ഇത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഇംപ്രഷനിൽ ഉള്ള ടെക്നീക്സ് ഇങ്ങനെ പതുക്കെ മാറി വരികയാണ്. ഒരു കാലത്ത് മെറ്റൽ സെറാമിക് ആയിരുന്നു, ഭയങ്കര മെറ്റൽ സെറാമിക് ആയിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ്. അത് മാറി ഇപ്പോൾ സിർക്കോണിയ, മെറ്റൽ ഫ്രീ സെറാമിക്സിൻ്റെ ടൈം ആയി വരുന്നുണ്ട്. ഇംപ്ലാന്റഡ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് കയറി വരുവാണ്. ഇംപ്ലാന്റ് നമ്മളും നല്ല രീതിയിൽ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കേസസ് ചെയ്യുന്നുണ്ട്. ഇംപ്ലാന്റ് ഇൻഡസ്ട്രി അതിലാണെങ്കിൽ പണ്ട് ഊരി മാറ്റുന്ന പല്ലായിരുന്നു, ഇപ്പോൾ ആളുകൾക്ക് ഫിക്സ് ചെയ്ത് വെക്കണം, കൂടുതൽ മെയിൻ്റനൻസ്, കൂടുതൽ അതിൻ്റെ ബാക്കിൽ അതിനെ ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുന്ന ആ സിസ്റ്റമൊക്കെ മാറി. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഇംപ്ലാന്റ് ഡെൻറ്റിസ്ട്രി വരുന്നുണ്ട്. ലേസർ ഡെൻറ്റിസ്ട്രിയിലെ ഭയങ്കര വീക്കം, ബ്ലീഡിങ് ഗംസ്, മോണിന് ഷേപ്പ് കൊടുക്കുന്നത്, മോണിൻ്റെ കളർ. ചില ആളുകൾക്ക് നല്ല ബ്രൈറ്റ് ടീത്ത് ആയിരിക്കും, വൈറ്റ് ടീത്ത് ആയിരിക്കും. സ്മൈൽ ചെയ്യുമ്പോൾ മോണ കുറച്ച് ഡാർക്കിഷ്, കുറച്ച് പിഗ്മെൻറ്റഡ് ആയിരിക്കും. അപ്പം ഡീപിഗ്മെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ലേസർ ട്രീറ്റ്മെൻറ്റ്. നടുക്കുള്ള മോണയ്ക്ക് നടുക്ക് 2 പല്ലിൻ്റെ ഇടയ്ക്കുള്ള സ്കിൻ കട്ട് ചെയ്യാൻ വേണ്ടി ഫ്രെനെക്ടമി. അതിങ്ങനെ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്. അതുപോലെ പണ്ടത്തെ എക്സ്റേ ആണെങ്കിൽ ഒരു ട്രോളിയിൽ നല്ല ഹെവി സാധനം വെച്ച് അതിനൊരു എക്സ്റേ ഫിലിം ഉണ്ടായിരുന്നു. എക്സ്റേ ഫിലിമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 3 സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. ഡെവലപ്പർ, ഫിക്സർ, അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ ഒരു എക്സ്റേ എടുക്കുന്നത് തന്നെ അന്ന് കുറച്ച് പ്രൊസീജിയറാണ്. ഇന്ന് അതെല്ലാം മാറിയിട്ട് എല്ലാം ഡിജിറ്റൽ ഇമേജിങ് സെൻസേഴ്സ് ആണുള്ളത്. അത് അഡൽട്സിനുള്ള സൈസുണ്ട്, കിഡ്സിനുള്ള സൈസുണ്ട്. ജസ്റ്റ് വയ്ക്കുക. എക്സ്റേസും ഇപ്പോൾ റേഡിയേഷൻ തീരെ കുറവായിട്ടുള്ള, മിനിമം റേഡിയേഷൻസ് ഉള്ള ഭയങ്കര സേഫ് ആയിട്ടുള്ള എക്സ്റേസ് ആണ്. എടുത്ത ഉടനെ സ്ക്രീനിൽ തന്നെ എക്സ്റേ വരികയാണ്. RVG, റേഡിയോ വിഷ്യോഗ്രാഫി. അപ്പം സ്ക്രീനിൽ തന്നെ വരികയാണ്. അത് നിമിത്തം എന്തായി, ഇപ്പം ഓരോരോ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഓരോരോ സ്റ്റെപ്പ്, അങ്ങോട്ടൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ എക്സ്റേ എടുത്ത് നോക്കുകയാണ്. പണ്ട് മടിച്ച് നിൽക്കും, പേഷ്യൻറ്റിന് ബുദ്ധിമുട്ട്. ഇപ്പം അത്ര ആയിട്ടൊന്നുമില്ല എല്ലാം. അപ്പം എല്ലാത്തിലും ഇലക്ട്രോണിക്സ് കയറി വരികയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കയറി വരികയാണ്. ഈ എക്സ്റേനെ വേണമെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് പറഞ്ഞു തരും എവിടെയൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളതെങ്കിൽ. അത് ചെറിയൊരു ട്രാപ്പാണ്. ഡോക്ടർ ആ ട്രാപ്പിലോട്ട് വീട് സ്വന്തം ജഡ്ജ്മെൻ്റൽ കപ്പാസിറ്റി AI ആയിട്ട് കമ്പയർ ചെയ്ത് മറന്നു പോകല്. അവരുടെ എക്സ്പീരിയൻസിലുള്ളത് ആ ട്രാപ്പിലോട്ട് വീഴല്. പിന്നെ അതുപോലെ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, പണ്ട് കമ്പിയിട്ട് കിട്ടുന്ന വയേഴ്സ് ഇട്ട് ബ്രാക്കറ്റ്സ് ഇട്ട് കിട്ടുന്ന ഇതുണ്ടെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അലൈനേഴ്സ് വന്നിട്ടുണ്ട്. അലൈനേഴ്സും ഇതുപോലെ സിസ്റ്റം ഡ്രിവനാണ്. സ്കാൻ ചെയ്ത് അവിടെ ഇതെടുക്കും, ഫുൾ ഇംപ്രഷൻ, ഡിജിറ്റൽ ഇംപ്രഷൻ എടുക്കും. എന്നിട്ട് അതും സോഫ്റ്റ്വെയറിലോട്ട് കൊടുക്കും. സോഫ്റ്റ്വെയർ എല്ലാം കുറേ സെറ്റ് ഓഫ് ട്രേസ്, അലൈനർ ട്രേസ്, ഇത്ര ട്രേസ് തരും. അത് ഇട്ടിട്ട് ഇത്ര ഡേയ്സിനൊരിക്കൽ മാറ്റണം. നല്ല പെർഫെക്റ്റ് സ്മൈൽ കിട്ടും. ഇതിനനുസരിച്ച് ഈ എക്യുപ്മെന്റ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതനുസരിച്ച് അതാണ് അടുത്ത ഇഷ്യൂ. ഇതെല്ലാം നമുക്ക് പറയാൻ കംഫർട്ടബിൾ ആണ്. അതും ഞാനൊരു 15 years മുമ്പ് RVGയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം അതൊരു 1.5-2 lakhs ഇതാണ്. അന്ന് എനിക്കത് ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നി. ഇന്നിപ്പം ഒരു ക്ലിനിക്കിൽ OPG, ഫുൾ മൗത്ത് എക്സ്റേയുടെ OPG സെറ്റപ്പ് വേണം, ഒരു സ്കാനർ വേണം, അത് കഴിഞ്ഞിട്ട് ലേസർ മെഷീൻ വേണം, ഇതെല്ലാത്തിനും സ്റ്റെറിലൈസേഷൻ, ഇതിനെല്ലാത്തിനും സ്റ്റാഫ് ഇതിനു വേണ്ടി ട്രെയിൻഡ് ആയിരിക്കണം. അവരിതിനെ ഹാൻഡിൽ ചെയ്യണം, അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയണം. മറ്റേ സാധനമൊക്കെ ചെറുതായിട്ടിരിക്കും, അവർ എത്ര മിസ്ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എളുപ്പം കളയതായിരിക്കും. സാർ താഴെ വീണു പൊട്ടി, ആ എക്സ്ക്യൂസ് ഒന്നും വരാൻ പാടില്ല. അപ്പം അതിനെ അവർക്ക് മോട്ടിവേറ്റ് ചെയ്യണം. അപ്പം ഇതിനു വേണ്ടി സ്പേസ് കൂടുതലാവും. ഇതിനുവേണ്ടി എന്ന് പറഞ്ഞ് ഈ ടെക്നോളജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3 വർഷം കഴിയുമ്പം അടുത്ത സെറ്റ് വരും.
അടുത്ത സെറ്റ് വരും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, അപ്പോൾ ഉള്ള പ്രോട്ടോകോൾസ്, അപ്പോൾ ഉള്ള ഇത് ഇപ്പൊ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് വരികയാണ്. അപ്പൊ ക്ലിനിക്ക് ഇത്ര മിനിമം ഇത്ര ഏരിയ ഇരിക്കണം, ഇത്ര റിസപ്ഷൻ ഏരിയ ഇരിക്കണം, ഇത്ര ടോയ്ലറ്റ്സ് ഇരിക്കണം, എമർജൻസി റൂം ഇരിക്കണം, എമർജൻസി. അപ്പം ഓൾമോസ്റ്റ് ഒരു മെഡിക്കൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ലെവലിലോട്ട് നമ്മളും സജ്ജമായിരിക്കണമെന്നാണ് ഗവൺമെന്റും ആഗ്രഹിക്കുന്നത്. ആ ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിയുമ്പോൾ അതിന്റെ റിട്ടേൺസ് കിട്ടണമെങ്കിൽ എന്താണ് ഫൈനലി കോസ്റ്റ്. ഇത്ര ഇൻവെസ്റ്റ് ചെയ്താലേ റിട്ടേൺസ് റിട്ടേൺസ് വരെയുള്ളൂ. വരുന്ന ആളുകൾ ഇത് ചോദിച്ചു വരികയാണ്, ഡോക്ടറെ നമുക്കിത് അലൈനർ ചെയ്തുകൂടെ, അലൈനറുടെ കോസ്റ്റ് ഒന്നും ഇപ്പം വലിയ ഇഷ്യൂ അല്ല. അവർക്ക് അലൈനർ വേണം. ഞാൻ നാളെ ഫോറിന് പോവാണ്, അല്ലെങ്കിൽ നാളെ ഞാൻ പഠിക്കാൻ പോവാണ്, ഇത്ര ദിവസത്തെ എനിക്ക് വേണം, ഡിമാൻഡ് ചെയ്യാണ്, ഡിമാൻഡ് ചെയ്യാണ് അലൈനേഴ്സ്. അപ്പൊ ആ ലെവലില് നമ്മള് പറ്റില്ല. മറ്റാണ് ആക്ച്വലി അലൈനർ ട്രഡീഷണൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റിനെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു സിസ്റ്റം ഇരിക്കുമ്പോൾ നമ്മള് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതനുസരിച്ച് ചില കണ്ടീഷനിൽ ചെയ്യേണ്ട നിർബന്ധമാവും. ആ ടൈമിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ആ ലെവലിൽ വന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. സാർ, ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയും ഇംപ്ലാന്റോളജി ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാമോ സാർ? ഇംപ്ലാന്റോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലൊക്കെ ഫ്രാക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പ്ലേറ്റ് ഇട്ട്, 2 പ്ലേറ്റ് അപ്രോപ്രിയേറ്റ് സ്ക്രൂസ് ഒക്കെ ഇട്ട് അതിനെ റിഡക്ഷൻ ചെയ്യുന്ന മെത്തേഡ്. അതിപ്പം വന്ന് ഓറൽ ക്യാവിറ്റിയിലോട്ട് വരുമ്പോൾ ഒരു മിസ്സിങ് പല്ല് മിസ്സിങ് ആണ്. അതിന് ട്രഡീഷണലായിട്ട് പണ്ട് റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിപ്പോഴും പോകാണ്. അതിൻ്റെ ഒരുപാട് ടൈപ്സ് റിമൂവൽ പാർഷ്യൽ ഡെഞ്ചേഴ്സ് ഉണ്ട്. അപ്പം ചില ആളുകൾക്കൊക്കെ അതിൻ്റെ മെയിൻ്റനൻസ് ഡെയിലി 2 പ്രാവശ്യം എടുത്ത് ക്ലീൻ ചെയ്യണം. ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഫുഡ് ഇതിൻ്റെ ഇടയിൽ ട്രാപ്പ് ആവും. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവാണ് ചില ടൈമിൽ ഫിക്സഡ് ഡെഞ്ചേഴ്സ് വയ്ക്കാൻ പറ്റാത്ത ചില കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഫിക്സഡ് ഡെഞ്ചേഴ്സിന് ഓൾട്ടർനേറ്റീവായിട്ടും നമ്മൾ ഇംപ്ലാന്റ് ആയിട്ട് ടൈറ്റാനിയം ഇംപ്ലാന്റ്സ് സ്ക്രൂസ് ചെയ്യാറുണ്ട്. അത് മോണയ്ക്കകത്ത് എക്സ്റേയുടെ ഹെൽപ്പ് വെച്ച് അല്ലെങ്കിൽ CBCT വെച്ച് ഗൈഡ് ചെയ്ത് മോണയ്ക്കകത്തോട്ട് അസ്ഥിക്കകത്തോട്ട് സ്ക്രൂ ചെയ്ത് വയ്ക്കും. സെയിം അതേ മെറ്റീരിയലാണ്, അതേ ടൈറ്റാനിയം ഇതാണ്, നോൺ അലർജിക്ക് ബോഡിയോട്ട് ചേരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് മോണയ്ക്കകത്തോട്ട് ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്ത് ആദ്യം കയറ്റും. പിന്നെ അത് ഈ അസ്ഥിയും ഈ ഫോറിൻ ബോഡി ഇംപ്ലാന്റ് മെറ്റീരിയലുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ആവണം, അത് ചേരണം ഒരു പാർട്ടായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്രൂവ്സും പോസും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഈ ബോണൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ആവും ടിഷ്യൂ ആയിട്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് ബിൽറ്റപ്പ് ചെയ്യുന്ന നോർമൽ ക്രൗണോ എന്തെങ്കിലും പല അതിൻ്റെ മുകളിലോട്ട് വയ്ക്കും. അത് ഓൾമോസ്റ്റ് ഒരു നല്ല ലൈഫ് തരികയാണ്, ഡിപ്പെൻഡിങ് ഓൺ പേഷ്യൻസ് ഹെൽത്ത്. പേഷ്യൻറ്റിൻ്റെ ആരോഗ്യം എല്ലാം ഒരുമാതിരി നോർമലാണെങ്കിൽ നല്ല ലൈഫ് വരും ഓൾമോസ്റ്റ്. പിന്നെ അതിനെപ്പറ്റി ഓർക്കേണ്ട ആവശ്യമില്ല. ഒരു 6 മാസം 1 വർഷത്തിലൊരിക്കൽ നല്ല സ്കെയിലിംഗ് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിനെ ഡെൻറ്റിസ്റ്റ് വിസിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലൈഫ് തരും. അതാണ് ഇംപ്ലാന്റ്. അപ്പോൾ ആ ഇംപ്ലാന്റിൽ സപ്പോർട്ടഡായിട്ട് ഫുൾ സെറ്റ് വയ്ക്കാം. 1 പല്ലോ അല്ലെങ്കിൽ 4 എണ്ണമോ അങ്ങനെയൊക്കെ ഉള്ള സപ്പോർട്ട് വയ്ക്കാം. ആ ഇംപ്ലാന്റ് സപ്പോർട്ടായിട്ട് ചിലപ്പം ചില ഓർത്തോ ഈ ബ്രേസസ് ഇടുന്ന വയേഴ്സ് ഇടുന്ന ട്രീറ്റ്മെൻറ്റിന് ചിലപ്പോൾ അകത്തോട്ട് പുള്ള് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ഇംപ്ലാന്റിൻ്റെ ഒരു സ്ക്രൂ കയറ്റിയിട്ട് അത് വെച്ചായിരിക്കും വലിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് നടക്കാം. അതാണ് ഇംപ്ലാന്റ്. ഇനി കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കുമ്പോൾ എൻ്റെ ചിരി ശരിയാവുന്നില്ല എന്നൊരു തോന്നൽ നേരെ വരികയാണ്. എൻ്റെ ചിരി ഒന്ന് ശരിയാക്കി തരണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ചില ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. പല്ലിൻ്റെ അകത്ത് പാടമുള്ള പോലെ ഇനാമൽ ഹൈപ്പോപ്ലേഷ്യ, പല്ലിൻ്റെ ഇനാമൽ അത്ര പെർഫെക്റ്റ് യൂണിഫോം ഹോമോജീനിയസ് ആയിരിക്കില്ല. ചിലയിടത്ത് വൈറ്റ്നെസ് കൂടുതലും ചിലയിടത്ത് യെല്ലോനെസ് കൂടുതലും, ഒരു മാപ്പ് പോലെയോ ഒരു പാട് പോലെയൊക്കെ പല്ലിലിരിക്കും. അപ്പോൾ അവർക്കത് ഫേസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ ചുണ്ട് മറച്ച് വെച്ച് സംസാരിക്കുന്നത്. അപ്പം അത് വരുമ്പോൾ അതിനൊന്ന് ചെയ്തിട്ട് എൻ്റെ മുകളിൽ കൂടെ വെനിയേഴ്സോ
ഒരു ചെറിയ തിൻ ലെയർ വെനിയറിങ് ചെയ്യാം, അല്ലെങ്കിൽ ക്രൗൺസ് ചെയ്യാം, അല്ലെങ്കിൽ ഫില്ലിങ്സ് കോമ്പോസിറ്റ് ഫില്ലിങ് ചെയ്യാം, അപ്പുറമുള്ള പല്ലിൻ്റെ അതേ കളറിൽ ഫില്ലിങ് ചെയ്തെടുക്കാം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ ഇത് അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിന് തന്നെ ഡിജിറ്റൽ സ്കാൻ എടുത്തിട്ട് സോഫ്റ്റ്വെയറിലോട്ട് കൊടുക്കാം. സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ലോകോട്ടിയുള്ള ചില എക്സ്ക്ലൂസീവ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഫേസും പല്ലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവൻ നല്ലതായിട്ടൊന്ന് പ്രിൻ്റ് ചെയ്ത് നല്ലൊരു മേക്കപ്പിൽ ഒരു സെറ്റ് ഉണ്ടാക്കി തരും. അത് നമ്മൾ ലാബിലോട്ട് കൊടുത്ത് അതും നമ്മുടെ മനസ്സിലാകത്തിരിക്കുന്ന, നമ്മുടെ അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ലാബുകാരനായിരിക്കും, ടെക്നീഷ്യൻ ആയിരിക്കണം. ഓക്കെ, അങ്ങേരും ഈ സ്മൈലിനെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് പല്ലിൻ്റെ ആംഗിൾസ്, ലൈൻ ആംഗിൾസോ റൗണ്ടോ റൊട്ടേഷനോ പൊക്കണോ താക്കണോ എന്നെല്ലാം പറഞ്ഞ് ഒരു എക്സ്റ്റെൻസീവായിട്ട് ഒരു സ്മൈൽ ഡിസൈനിങ്, ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് ചെയ്തിട്ട് അതുപോലെ അപ്പം സിസ്റ്റം പറയും ഏതൊക്കെ ക്രൗൺസ് വേണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറ്റണോ, ഇങ്ങനെയൊക്കെ ഉള്ള ഇത് ആക്കണോ എന്നുള്ള സിസ്റ്റം പറയും. അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അതാണ് ഹൈ എൻഡ് സ്മൈൽ ഡിസൈനിങ്. അതിപ്പോൾ മോഡലിങ്. പിന്നെ അടുത്ത കോസ്മെറ്റിക് ഇതാണ് ബ്ലീച്ചിങ്, ടീത്ത് വൈറ്റനിങ്. അപ്പം ചിരിയിൽ മാത്രം ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ആ പ്രൊഫഷനിലുള്ളവർ, അല്ലെങ്കിൽ ആസ് എ ഹോൾ അവർക്ക് നല്ല ഡ്രസ്സ് ചെയ്യണം, നല്ല മേക്കപ്പ് ചെയ്യണം, നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം എന്നുള്ള ഫീലിംഗ് ഉള്ള എല്ലാവരും കുറച്ച് കളറൊന്ന് മാറ്റിക്കളയാമെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് ബ്ലീച്ച് ചെയ്ത് പല്ലിൻ്റെ കളർ വേണേൽ 2 ഷെയ്ഡ്സോ 3 ഷെയ്ഡ്സോ ഒരു നോർമൽ ലെവൽ ആക്കി തരാം. അപ്പോൾ ഇതെല്ലാം കോസ്മെറ്റിക് ഇതാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡീപിഗ്മെൻറ്റേഷൻ, മോണേൻ്റെ ഷേപ്പ് മാറ്റി, പല്ലിൻ്റെ നീളം കൂട്ടി, പല്ലിൻ്റെ നീളം കുറച്ച്, ലിപ്സിൻ്റെ നീളം കൂട്ടി. അപ്പോൾ കോസ്മെറ്റിക് ഇവിടെ നിന്ന് തുടങ്ങി വേണമെങ്കിൽ ഫേസിലോട്ട് വരാം. ഫേസിലോട്ടുള്ള ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഫില്ലേഴ്സ് ഇഞ്ചക്ഷൻ ചെയ്ത് ഫില്ലേഴ്സ് വരുന്നുണ്ട്. അത് അങ്ങോട്ട് പോകുമ്പോൾ ഡെർമറ്റോളജിയിലോട്ട് പോകും. ഇനി ഡെർമറ്റോളജിയിൽ പോകുമ്പോൾ വേണമെങ്കിൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ്, പിന്നെ പ്ലാസ്റ്റിക് സർജറി, അങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. ഓരോരോ ആളുകളുടെ ആഗ്രഹം അനുസരിച്ച് കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രി, ഇംപ്ലാന്റോളജി, ഇതെല്ലാം നല്ല വണ്ടർഫുൾ ഫീൽഡ്സാണ്. സർ, അതുപോലെ നമ്മൾ സാധാരണക്കാർ എപ്പോഴും പല്ലുവേദന വരുമ്പോഴോ അല്ലെങ്കിൽ പല്ലിനെന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ മറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ മറ്റ് അസുഖങ്ങൾക്ക് പോകുന്നത് പോലെ ഇടയ്ക്ക് ഡെൻറ്റിസ്റ്റിനെ കണ്ട് പല്ല് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴായിരിക്കണം ഒരു സാധാരണ റൊട്ടീനായിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണേണ്ട ആവശ്യം? ഒരാൾ പേഷ്യൻ്റായിട്ട് ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ കണ്ടീഷൻ റിയലി മോശമായിരിക്കും. ഇപ്പം എൻ്റെ വായിൽ എത്ര പോടുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിൽ ഞാൻ അറിയും പോടുള്ളത് എപ്പം സൈസ് വരുമ്പോൾ. പല്ലിൻ്റെ പോട് ഒരു സൈസ് വലുതാകുമ്പോൾ നാക്ക് വെച്ചോ എങ്ങനെയെങ്കിലും നോക്കുമ്പോൾ, മിററിൽ നോക്കുമ്പോഴോ ബ്രഷിങ് നോക്കുമ്പോഴോ ഫുഡ് അതിനകത്ത് സ്റ്റക്കാകുമ്പോഴോ നമ്മൾ അപ്പോഴായിരിക്കും നമുക്ക് അതൊന്ന് അറിയുന്നത്, സംതിങ് ഇസ് റോങ്. എങ്കിൽ 6 മാസത്തിനൊരിക്കുക ചുമ്മാ ഒരു റൊട്ടീൻ ചെക്കപ്പിന് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കാണിക്കുകയാണെങ്കിൽ അവർ ചെറിയ പ്രോബ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അവർക്കറിയാം ഇവിടെ ഒരു പിടുത്തമുണ്ട്, പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാച്ച്, ചെറിയൊരു കുത്ത് വരുന്നുണ്ട്, ഒരു 0.5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്ററിൻ്റെ ഒരു ക്യാവിറ്റി ഡെവലപ്പായി വരുന്നുണ്ട്. ആ സ്പോട്ടിൽ അത് കോമ്പോസിറ്റ് ഫില്ലിങ്ങോ ഏതെങ്കിലും ഒരു ലേറ്റസ്റ്റ് ഫില്ലിംഗ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും, ഡാമേജ് ആവുന്നില്ല. ഡെൻറ്റിസ്ട്രി ഈസ് നോട്ട് കോസ്റ്റ്ലി, ബട്ട് അതിൻ്റെ മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് ഭയങ്കര ഹൈ കോസ്റ്റ് ഇതിലോട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ, ജസ്റ്റ് ഒരു കോമൺ ചാറ്റ് ഡെൻ്റൽ ചെയറിൽ വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് ഡോക്ടറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്ന ക്ലീനിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലീൻ ചെയ്യുമ്പം കാൽക്കുലസ്, അതിലുള്ള ഡെപ്പോസിറ്റ്, അതിലുള്ള കറകൾ. അപ്പം പ്രൊഫഷണൽ ഒരുപാട് ബ്ലാക്ക് ടീ, ബ്ലാക്ക്
കോഫി, അപ്പം ഇതൊക്കെ കുടിക്കുന്നവർക്ക് എല്ലാം ബാക്കിൽ കറകൾ കാണും. ഈ കറകളോ ഈ കാൽക്കുലസ് ഡെപ്പോസിറ്റോ ചിലപ്പം പല്ലിലുള്ള പോടൊക്കെ ഫില്ലായി ഇരിക്കും. പല്ലിൻ്റെ പോടിന് ഇത് മാസ്ക് ചെയ്യും. ഇത് അവർക്കറിയില്ല. അവർക്ക് റൂട്ടീനായിട്ടിരിക്കുന്നുണ്ട്, പല്ല് നോർമലായിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ക്ലീനിങ്, ഒരു സ്കെയിലിംഗ്, അൾട്രാസോണിക് സ്കെയിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഓപ്പൺ ആകുമ്പോൾ അവിടെയും 2 ഇഷ്യൂ ഉണ്ട്. ഡോക്ടർ സ്കെയിലിംഗ് ചെയ്ത് ഓപ്പണായി, എനിക്ക് ബോർഡില്ലായിരുന്നു. എങ്കിൽ അതല്ല, അവിടെ ഇറ്റ് വാസ് ഓൾറെഡി പ്രസൻറ്റ്, ഓൾറെഡി ഉണ്ട്. ഒരു സെക്കൻഡ് പാർട്ടിയായിട്ട് ഞാനൊരു ഡോക്ടറായിട്ട് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നൈസായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാണ് സ്കെയിൽ ചെയ്യുമ്പോൾ. അതുപോലെ ഇൻ്റർനെറ്റ് 2 പല്ലിൻ്റെ ഇടയ്ക്ക് കാൽക്കുലസ് എല്ലാം വന്ന് ആ സ്പേസ് എല്ലാം ഫില്ല് ചെയ്ത് പക്കായിട്ട് ഒറ്റ പീസായിട്ട് ഒരു പ്ലേറ്റ് പോലെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സ്കെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനമൊക്കെ ഇളകിപ്പോവും, കാൽക്കുലസൊക്കെ ഇളകിപ്പോവും, പല്ല് ഇൻഡിവിജ്വലായിട്ട് തോന്നും. ഫസ്റ്റ് കണ്ടീഷൻ നാക്ക് വെച്ച് നോക്കും. എനിക്ക് വരുമ്പോൾ നേരത്തെ എല്ലാം ഫ്ലാറ്റായിട്ടിരിക്കുക. ആ സംസാരത്തിലാണ് അത് സംസാരിച്ചാണ് വന്ന് പറയുന്നത് പല്ല് ക്ലീൻ ചെയ്താൽ പല്ല് പോവും, പല്ലിൻ്റെ ഇനാമൽ പോകും എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ അങ്ങനെയാണ് വന്ന് തുടങ്ങിയത്. നമ്മൾ സ്കെയിലിംഗ് ചെയ്തത് അൾട്രാസോണിക് സ്കെയിലേഴ്സ് ആണ്. അത് ജസ്റ്റ് വൈബ്രേഷനാണ്. അത് ഇനാമലിൽ ഒരു പോറിലോ ഒരു ലൈനോ ഒന്നും ഉണ്ടാക്കത്തില്ല. അത് മാത്രമല്ല, സ്കെയിലിംഗ് കഴിഞ്ഞിട്ട് ഒരു പോളിഷിങ് ഇതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ പല്ല് പെർഫെക്റ്റായിട്ട് നോർമലായിട്ടിരിക്കുകയാണ്. അതല്ല, പിന്നെ ഈ കാൽക്കുലസ്, ഈ ക്ലാവ് പോലത്തെ കാൽക്കുലസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. പിന്നെ പല റഫായാലേ ഇതൊന്ന് പിടിക്കത്തുള്ളൂ. ഇല്ല, പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് കാൽക്കുലസ് ഒക്കെ വന്ന് അതിൽ ഡെപ്പോസിറ്റ് ആവാൻ വേണ്ടി. അപ്പം ഒരു ജനറൽ ഒരുമാതിരി ഒരു ഹെൽത്തി ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ഈ കാൽക്കുലസ് ഇതൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഫസ്റ്റ് ഒരു റൊട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ്, ഇത്രയും പറയുന്നതിൻ്റെ റീസൺ, ഒരു റൊട്ടീൻ ഡെൻ്റൽ ചെക്കപ്പിൻ്റെ മഹിമ, അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരുടെ കൺസെപ്ഷനിൽ, അവരുടെ മനസ്സിലെ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. ഒരു ചെറിയ ക്യാവിറ്റി, ഒരു സ്കെയിലിംഗ്, ഒരു മോണോവീക്കോ ഫ്യൂച്ചർ പെരിഡോണ്ടൽ മോണോയ്ക്ക് അകത്തുള്ള ഇഷ്യൂസ് എല്ലാം ഒരു സ്കെയിലിങ്ങിൽ തീരും. ഇത് ഫസ്റ്റ് റൗണ്ട് ഓറൽ പ്രൊഫലാക്സിസ്, ഒരു ഓറൽ എക്സാമിനേഷനിൽ ക്യാവിറ്റീസ് മാറാൻ പറ്റും. ഫില്ല് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് മാറും. പിന്നെ പല്ലിനിടയ്ക്കുള്ള ഗ്യാപ്പുകൾ കുത്തി ഫുഡ് കയറി ഇമ്പാക്ഷൻ ആവും. അത് സ്കെയിലിംഗ് അല്ലെങ്കിൽ ഫില്ലിങ്ങിൽ ഇടയ്ക്ക് എന്തെങ്കിലും പോടുണ്ടോ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരുകയാണ് അവിടെ. അടുത്ത ഹൈ എൻഡ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സോ ക്രൗൺസിനോ അതിനൊന്നും പോകാതെ തന്നെ തീരുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് എപ്പോഴാണ് നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു 6 മാസത്തിലൊരിക്കൽ പോയിരുന്ന അത്ര തീരും. നമുക്കവിടെ അത്രയും ഒരു പല്ല് ആട്ടമുള്ള പല്ല് നല്ല മോണ പ്രശ്നമുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഡോക്ടേഴ്സിന് ട്രീറ്റ് ചെയ്യാൻ വലിയ എപ്പോഴും നമുക്കൊരു തോന്നലുണ്ട്, ഡോക്ടേഴ്സ് തോന്നലുണ്ട്, ഇത് അത്രയ്ക്ക് അങ്ങ് ഇമ്പ്രൂവ് ആവത്തില്ല, മോണ വീക്കം കഴിഞ്ഞാലും ചിലപ്പോൾ ആട്ടം കണ്ടിന്യൂ ആവുന്നത്. ഇങ്ങനെ ഉള്ള ഒരു കൺസെപ്റ്റുള്ള പേഷ്യൻ്റ് ഏകദേശം 2000 തൊട്ട് അവർ ഗൾഫിലാണ്. വരുമ്പോഴെല്ലാം വന്ന് പെർഫെക്റ്റായിട്ട് സ്കെയിലിംഗ് ചെയ്തിട്ട് പോകും. ഇതുവരെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആ പ്രോട്ടോക്കോള് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം, ഇതുപോലെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടെങ്കിലും ഇപ്പോഴും ഓർത്തിരിക്കുകയാണ്, അത്ര മോശമായിട്ടുള്ള കണ്ടീഷനാണ്. എപ്പോഴും റെഗുലർ സ്കെയിലിംഗ് ചെയ്തിട്ട് ഇതുവരെ അങ്ങനെ പിന്നെ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ മനസ്സിനകത്തുള്ള ആ കൺസെപ്റ്റ് പോലും ചില ടൈമിൽ ഒരു റുട്ടീൻ സ്കെയിലിംഗ് മെത്തേഡിൽ റീറൈറ്റ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പം അത് ബേസിക്കായിട്ടുള്ള അതിനേക്കാളും ബേസിക്കായിട്ടുള്ളതാണ് ബ്രഷിങ്. രാവിലെയും രാത്രിയും ബ്രഷിങ്. ബ്രഷിംഗ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു വലിയ നമ്മുടെ കൺസെപ്റ്റ്, ഡോക്ടറിൻ്റെ ബ്രഷിംഗ് കൺസെപ്റ്റ് വേറെയാണ്, പേഷ്യൻസിൻ്റെ ബ്രഷിംഗ് കൺസെപ്റ്റ്സ് വേറെയാണ്. പേഷ്യൻറ്റിൻ്റെ ബ്രഷിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതിനെ വെച്ച് ബ്രഷ് ചെയ്ത് വീടൊക്കെ ഫുള്ളൊക്കെ ചുറ്റി ഇറങ്ങി ഏറ്റവും കട്ടിയുള്ള സന്തോഷം, അതിലുള്ള ആ തൃപ്തി, അതിലുള്ള അത് എങ്ങനെയാലും ഒരു സോഫ്റ്റ് ബ്രഷിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് ഭയങ്കര ഒരു ചലഞ്ചാണ്. കാരണം അതുപോലെ ഹാർഡായിട്ടുള്ള ഒരു ബ്രഷിംഗ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഒരു പഞ്ഞി വെച്ച് ബ്രഷ് ചെയ്ത പോലെ ആയിരിക്കും ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ളത്. നമ്മൾ തിരിച്ച് നോക്കുക, ഫുഡ് എന്താണ്, നമ്മുടെ വായിലുള്ള ഡെപ്പോസിറ്റ് എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് എന്താണെന്നുള്ളത് എത്ര സോഫ്റ്റ് ആട്ടോ. അതങ്ങ് മറ്റേ അരൽഡേറ്റ് വെച്ച് ഫിക്സ് ആയി ഒന്നും ഇരിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുക. അതിന് വേണ്ടി ഒരു മീഡിയം ഉണ്ട്, ഒരു
ടൂത്ത് പേസ്റ്റ് എടുക്കുന്ന ക്വാണ്ടിറ്റിയൊക്കെ ഐഡിയലി ഒരു പി സൈസ്, ഒരു ചനാദാൽ ഒരു ദാലിന്റെ സൈസില് മാത്രം എടുത്താൽ മതി. നമ്മൾ ഏകദേശം ഒരു വിരലിന്റെ പകുതിയോളം. കാരണം അവർക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്, അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്നത് ഫുൾ നീട്ടിയിട്ട് പിന്നെ ഒരു ജെ ഹുക്ക് പോലെ എൻഡിൽ വരും. അപ്പോൾ ആ ലെവലൊന്നും വേണ്ട. അടുത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഫുള്ള് ഭയങ്കര ഇതാണ്, ഇതുവരെ പ്രോബ്ലം ഒന്നുമില്ല, ഇതുവരെ ഒരു ഇഷ്യൂസും ഇല്ല. നോക്കുമ്പോൾ എന്താണ്, പോട് ഒന്നും കാണത്തില്ല, മോണ പ്രശ്നം ഒന്നും കാണത്തില്ല, എങ്കിൽ പല്ലിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ തേഞ്ഞ് ഇരിക്കുന്നതാണ്. ഇതെന്താണ്, അവർ ഭയങ്കരമായിട്ട് ഓവർ ടൈം എടുത്ത് ബ്രഷിങ്, ഹാർഡ് ബ്രഷ് ചെയ്യുന്നത്. ഇനി ആ ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇത് ഓക്കെ, നമ്മളിപ്പോൾ കൺവിൻസ് ചെയ്ത് ഇത് ഫില്ലിംഗ് എല്ലാം കൊടുക്കും, സൈഡെല്ലാം ഫില്ലിംഗ് ആക്കി കൊടുക്കുക, അടിപൊളിയായിട്ട് വേണമെങ്കിൽ നമ്മൾ പ്രീ ട്രീറ്റ്മെൻറ്റും പോസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ആൽബത്തിലൊക്കെ വയ്ക്കുന്ന വന്ന പേഷ്യൻ്റാണ് നാണ്ട വന്ന്. ഒരു 6 മാസം കഴിയുമ്പോൾ അടുത്ത് വിസിറ്റിട്ട് കാണുമ്പം പിന്നെയും ഈ ഫില്ലിങ്സ് ഇങ്ങനെ തരിക, പഴയ ഹാബിറ്റ്. അപ്പം ഇനാമൽ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് സ്ട്രക്ചറാണ് ബോഡിയിൽ. ബ്രഷ് ചെയ്തുകൊണ്ടാണ് അരമണിക്കൂറൊക്കെ നടന്ന് അവർക്ക് ഇപ്പോൾ ഒരു 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ, റബ്ബർ വെട്ടം ഉണ്ടെങ്കിൽ അവിടുന്ന് മണ്ണിൽ നിന്ന് തുടങ്ങും ബ്രഷ്. ടെൻഷൻ മാറുന്നത് സ്മോക്കിംഗ് പോലെ, ടെൻഷൻ മാറുന്നത് ബ്രഷ് ചെയ്തുകൊണ്ട് മുകളിൽ നിന്ന് താഴെ വരെ ഇറങ്ങി നാടെല്ലാം ഇതൊക്കെ കണ്ട് എല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വീട്ടിൽ പോകുന്നു. അപ്പം നമ്മൾ ഫില്ല് ചെയ്ത് വിടും, ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കും, വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യും. 6 മാസം കഴിയുമ്പോൾ പിന്നെയും പഴയ കണ്ടീഷൻ. നോക്കുമ്പോൾ എന്താണ്, ഇനാമലിനെ പിടിച്ച് നിൽക്കാത്ത സ്ഥലത്താണ് ഒരു ഫില്ലിങ് നമ്മൾ ചെയ്യുന്നത്. അത് നാച്ചുറലി ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ്, ഇത് ഇനാമൽ തേഞ്ഞു പോകുന്ന സ്ഥലത്താണ് കോമ്പോസിറ്റ് വെച്ചൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇവർ ഈ ഹാബിറ്റ് മാറിയില്ലെങ്കിൽ, ഈ റഫ് ബ്രഷിങ് മാറിയില്ലെങ്കിൽ പിന്നെ അതും പിടിച്ച് നിൽക്കത്തില്ല. അപ്പോൾ അന്നത്തെ തിരിച്ച ക്വസ്റ്റ്യൻ അതായിരിക്കുക, അന്ന് കൺവിൻസ് ചെയ്തില്ലേ, ഇതല്ലേ ഫില്ല് ചെയ്തില്ലേ, എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യനോടെ വരെങ്കിൽ ഈ ഹാബിറ്റ് മാറാതെ വേണം. അതുപോലെ ബ്രഷിങ്ങിന് ശ്രദ്ധിക്കേണ്ട വല്ല രീതികളുണ്ടോ? ബ്രഷിങ് ഒരു ഷൂ പോളിഷ് മോഡൽ ബ്രഷിങ് പാടില്ല. അങ്ങനെയാണ് ഇതൊന്നും പാടില്ല. കംഫർട്ടബിൾ ആയിട്ട് നേരെ മിററിൽ നിൽക്കുക, അതിന് സർഫേസിലുള്ള ബ്രഷിങ് ഒരു സർക്കുലർ മോഷൻ, ഫ്രണ്ടും ബാക്കും മോഷൻ എല്ലാം കൂടെ ചേർന്ന് ഒരു 2 to 3 minutes, മാക്സിമം 5 minutes എടുത്ത് ഒന്ന് എൻജോയ് ചെയ്ത് വായിക്കാൻ നോക്കി ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വച്ച് രാവിലെ എണീച്ചോടനെ എന്നിട്ട് രാത്രി ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഡിന്നർ കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഉണ്ടോ സ്നാക്സ് ഉണ്ടോ എല്ലാം കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്തിട്ട് കംഫർട്ടബിളായിട്ട് കിടന്ന് ഈ 2 ടൈം ചെയ്ത്. പിന്നെ അതിലും അടുത്ത ടെക്നീക്സ് ഉണ്ട്. ബ്രഷിങ്ങിൽ ഇപ്പം ഭയങ്കര സോഫ്റ്റ് ബ്രിസിൽസ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ, പല്ലിൻ്റെ മറ്റേ ഇറുക്കിലിട്ട് കുത്തുന്നതിന് പകരം ഇൻ്റർഡെൻ്റൽ ബ്രഷ് വരുന്നുണ്ട്. ഈ ബോട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്യാറില്ലേ, ഫീഡിങ് ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന വലിയ ബ്രഷിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് ചെറിയൊരു ഇൻ്റർഡെൻ്റൽ ബ്രഷ്, അത് വെച്ച് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലോസ്, നൂല് പോലെ ടൈറ്റ് കോണ്ടാക്ട്സ് ആണെങ്കിൽ ഫ്ലോസ് വെച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മൗത്ത് വാഷ് ഉപ്പുവെള്ളം. നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം കിട്ടിയാൽ നമുക്കൊരു സന്തോഷമുള്ളൂ. കാരണം അതിലുള്ള ആഡഡ് കളറും അതിലുള്ള ഒരു പഞ്ചും കൂടെ കിട്ടി ഒന്ന് വാഷ് ചെയ്താൽ, എന്നിട്ട് ആ മറ്റേ എഫർവെസൻസ് രാത്രി ഫുൾ കൂടെ വരണം, മെന്തോളിൻ്റെ ഒരു ഫ്ലേവർ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര തൃപ്തിയായിരിക്കും. അപ്പോൾ ഈ എല്ലാവർക്കും ഹൈ എൻഡ് ഇത് സിമ്പിളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് 2 ബ്രഷിങ്. കാരണം ബോഡി തന്നെ നാച്ചുറലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. സലൈവ ഫ്ലോയിൽ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോഴെല്ലാം ഒരു സെൽഫ് ക്ലെൻസിങ് നടക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോൾ പല്ല് നല്ലതായിട്ടുള്ള ഇത് നടക്കുകയാണ്. സലൈവ ഫ്ലോ കാരണം ഒരു ക്ലെൻസിങ് വരികയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. നാച്ചുറൽ ബോഡി മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നതിന് ഒരു അഡ്ജുവൻ്റായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയ ഒരു ബ്രഷിങ് രാവിലെ വൈകിട്ട് ചെയ്തോ നീറ്റ് ഇരിക്കും. സോപ്പിട്ട് വാഷ് ചെയ്യുന്ന പോലെ അത് ഒരു എക്സ്ട്രാ ഒരു ഇത് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കായിട്ട്. പിന്നെ പ്ലസ് 6 monthsനൊരിക്കൽ ഒരു ഡോക്ടറിൻ്റെ അടുത്തുള്ള വിസിറ്റ്, ഇത്രയേ ഉള്ളൂ. സാർ, അതുപോലെ ഈ ടൂത്ത് പേസ്റ്റിൽ തന്നെ
പല പല കളറിലെ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ പല ജെൽ ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം പരസ്യങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ്. ബേസിക് ഇത് അതൊന്നുമല്ല. പല്ല് തേക്കുന്നുണ്ടോ, പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നുണ്ടോ, പേസ്റ്റ് വിട്ടിട്ട് ഉമിക്കരി, പൗഡേഴ്സിലെല്ലാം അബ്രേസീവ് പോറിൽ വീഴാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ചാൻസ് കൂടുതലാണ്. ഉമിക്കരിയും അങ്ങനെയല്ലേ? ഉമിക്കരിയും അത് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസഗ്രി ചെയ്യുന്നതാണ്. ഒരു ജനറേഷൻ ഉമിക്കരിയിലാണ് ജീവിച്ചത്. അതിലുള്ള ഉമിക്കരി, ഉപ്പ്, കുരുമുളക്, ഇതൊക്കെ ചിലപ്പോൾ ഉപ്പും കുരുമുളകിന്റെ എഫക്റ്റിലായിരിക്കും പ്രശ്നമില്ലാതെ പോകുന്നതെങ്കിൽ ഉമിക്കരി ഭയങ്കര ഇതാണ്. അതിലുള്ള തരി റഫാണ്, ഭയങ്കര അബ്രേസീവാണ്. നമ്മുടെ സാൻഡ് പേപ്പർ ഇട്ട് പല്ല് തേക്കുന്ന എഫക്റ്റാണ്. നമുക്ക് ആദ്യം തേക്കുമ്പോൾ നമുക്ക് ഭയങ്കര വൃത്തിയായെന്നൊരു ഫീലിംഗ് വരും. അതിൽ പിന്നെ മുകളിലുള്ള ചേർന്നിരിക്കുന്ന സലൈവൻ്റെ തിൻ ഫിലിമൊക്കെ അങ്ങ് തേഞ്ഞ് പോകുമ്പോൾ അത് ഭയങ്കര ഒരു ഇത് വരും. എങ്കിലും ഒരു ബ്രഷും ഉമിക്കരിയും ചേർന്ന് പോകത്തില്ല. കൈ ഒരു ഇപ്പം ഈ ഇന്റർഡെന്റൽ രണ്ട് പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ ഉമിക്കരി വേണമെങ്കിൽ ഡിപ്പോസിറ്റ് ആവും, ഇല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉമിക്കരി അകത്തോട്ട് കയറി പോകും. ഇത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു ഫോറിൻ ബോഡി ആയിട്ട് ഇരുന്ന് വേണമെങ്കിൽ ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ എല്ലാം ഫ്യൂച്ചറിൽ വരാം. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലോ ചെയ്ത് പോകണം. എന്തെങ്കിലും ഇതുപോലത്തെ ഫോറിൻ ഇങ്ങനെ അതിനുവേണ്ടിയാണ് പേസ്റ്റ്. ഈ കുട്ടികളൊക്കെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ കളർഫുൾ സാധനങ്ങൾക്ക് വേണ്ടി തന്നെ വാശി പിടിക്കുന്ന ഒരു അതുകൊണ്ട് അത് മാത്രമല്ല, ബ്രഷിൽ ഒരു പുതിയ ഐറ്റം കയറ്റിയിട്ടുണ്ട്. ബാക്കിലൊരു ടോയും ബാക്കിലൊരു ഇത്, ഗേൾസിന് വേണ്ടി ഒരു ബ്രഷ്, ബോയ്സിന് വേണ്ടി ഒരു ബ്രഷ്. അത് കാർ ബേസ്ഡ് ആയിരിക്കും. ബോയ്സിന് ഗേൾസിന് ഡോൾസ് ആയിരിക്കും, ബാർബി ഡോള്. ഇതൊക്കെ കളർ സ്കീംസ്, ബ്രിസിൽസിൻ്റെ അകത്ത് കളർ സ്കീംസ്, ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ഫങ്ഷനാലിറ്റിയെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല, വ്യത്യാസം വരുത്താനും പോകുന്നില്ല. ഇനി എരിവ് കൂടിയെന്നോ കളർ ട്രാൻസ്ലൂസൻ്റ് ആയിരുന്നോ ലൈൻ ഉള്ളതായിരുന്നോ അതിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല. പിന്നെ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റുകളുണ്ട്. അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പം സെൻസിറ്റീവ് പുളിപ്പിന് വേണ്ടിയുള്ള പേസ്റ്റ്, ബ്ലീഡിങ് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഉള്ള ടൂത്ത് പേസ്റ്റ്, അതൊക്കെ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. അത് ഫോണിൽ പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ അയാൾ ഈ പേസ്റ്റ് ഉപയോഗിച്ച് ഡോക്ടറെ കണ്ട അയാൾക്ക് ഇത് എനിക്ക് ഇഷ്യൂ വന്നപ്പോൾ ഇതായിരിക്കും. അപ്പം ഇയാളുടെ സിസ്റ്റമിക് ഇഷ്യൂസ് ചിലപ്പം ഡയബറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ കാർഡിയക് ഇഷ്യൂസ് ആയിരിക്കും, കിഡ്നി ഇഷ്യൂസ് ആയിരിക്കും, റീനൽ ഇഷ്യൂസ് കാണും, സ്കിന്നിലുള്ള അലർജിക്സ് കാണും, ഡ്രഗ് ഇൻട്രാക്ഷൻസ് കാണും. അപ്പോൾ ഒരിക്കലും അടുത്ത ആളുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് അയാൾക്ക് കൊടുത്ത മെഡിസിൻസ് ഇത് ഡോക്ടർ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ ഇഷ്യൂ, എന്താണ്? ഓക്കെ, നോർമൽ ടൂത്ത് പേസ്റ്റ് ചെയ്യുന്നത് അടുത്ത ടൂത്ത് പേസ്റ്റിലോട്ട് മാറണം. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, ഇപ്പം ബ്രേസസും വയസ്സും എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി കുറച്ച് ഫ്ലോറൈഡ് കണ്ടന്റ് കൂടുതലുള്ള പേസ്റ്റുകളായിരിക്കും ഉപയോഗിക്കും. കാരണം ബ്രാക്കറ്റ്സ് ഒക്കെ ഇരിക്കുമ്പോൾ അത്ര നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കാൻ പാടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടെ കേരീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പേസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് തന്നെ പിന്നെയും കാറ്റഗറീസ് ഡിഫറൻസ്. അതുപോലെ കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും വലിയ ആൾക്കാർ കുട്ടികളുടെ ടൂത്ത് പേസ്റ്റ് അവർ അബദ്ധത്തിൽ സോൾവ് ചെയ്താലും വലിയ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ എഡിബിൾ ടൈപ്പ് ആയിരിക്കും. അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവർ തുപ്പാൻ ശീലിക്കുന്ന ഇതിൽ നമ്മൾ ടൂത്ത് പേസ്റ്റ് അവർ എൻകറേജ് ചെയ്യാറില്ല. അതുവരെ പേരൻസ് ഫിംഗർ ബ്രഷസ് വരാറുണ്ട്. ഫിംഗറിൽ ഇങ്ങനെ ഇട്ടിട്ട് പേരൻസ് കുട്ടികൾക്ക് വേണ്ടി ഇൻഫൻസോ കുറച്ച് അവർ ആ ടൈം വരുന്നവരെ പേസ്റ്റ് ഇല്ലാതെ വേണം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെള്ളം വെച്ച്